നമ്മുടെ കുഞ്ഞി തിരുവനന്തപുരത്ത് ഇന്നലെ ദൃശ്യം സിനിമ ഞാൻ കണ്ടു. കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടില്ലാത്ത ഒരു സിനിമയാണ്. പക്ഷെ എന്തായാലും ഈ സിനിമ 100 കോടി അടിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. സെക്കൻഡ് സിനിമ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് സ്ലോ പേസിൽ തുടങ്ങി ഇന്റർവെല്ലാണ് സെറ്റ് തുടങ്ങുന്നത്. ഇത് എന്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിൽ ട്വിസ്റ്റുകൾ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിലും അത് കാണാൻ ഭയങ്കരമാണ് കേട്ടോ. അതായത് ഇതിൽ സസ്പെൻസ് നിറയ്ക്കുന്ന ഒരുപാട് ക്യാരക്ടർ അതിൽ എൻ്റർ ആവുന്നുണ്ട്. ഫസ്റ്റ് സിനിമയിലുള്ള ഒരു ക്യാരക്ടർ ഇതിലുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. സസ്പെൻസ് ആണ് കേട്ടോ. അതായത് സസ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ആ ഗതി അങ്ങ് പോയി. ലാലേട്ടൻ ഒരു ക്ലാസിക് ക്രിമിനലാണ്. ജിത്തു ജോസഫ് എന്നൊരു ഡയറക്ടർ ഒരു ക്രിമിനലാണെന്ന് തന്നെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആപ്പിളിന്റെ പ്രൊഡക്റ്റ് കുറ്റം പറഞ്ഞിട്ട് ആപ്പിളിന്റെ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനൊരു അന്ത്യമില്ലേടേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേർക്ക്. ഇതെന്താ സീരിയലാണോ? ഇനി എത്ര സീരീസ് വരുമെന്ന് എന്റെ സംശയമാണ്. 1-2 സിനിമ കണ്ടവർക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ബലഹീനത ഉണ്ടായിട്ട് തോന്നും. അതെ, ബലഹീനത ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് പോലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ സിനിമയെ കൊണ്ട് പറ്റൂല. അപ്പം കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പം